കഥയാരംഭിക്കുന്നത് അനന്യ എന്ന സ്റ്റാറിൽ നിന്നുമാണ്. ബോളിവുഡ് സ്റ്റാറായ അനന്യ പുതിയൊരു ബയോപിക് ചെയ്യും എന്ന് പറയപ്പെട്ടിരുന്നു. അനന്യ അന്ന് പുതുതായി ചെയ്യാൻ പോകുന്ന ബയോപിക്കിലെ റിയൽ ലൈഫ് പേഴ്സണെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അവരിൽ നിന്നും ആ കഥ നേരിട്ട് കേൾക്കണം എന്ന് അനന്യയ്ക്കുണ്ടായിരുന്നു. അനന്യയെ മീറ്റ് ചെയ്യുവാൻ ആ റെസ്റ്റോറന്റിലെ തന്നെ ചീഫ് ഷെഫായിട്ടുള്ള സലോണി ബഗ്ഗ കടന്നു വന്നു. സലോണിയുടെ കഥ കേൾക്കുവാൻ അനന്യയും അത്രമേൽ എക്സൈറ്റഡ് ആയിരുന്നു. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ വ്യക്തി, പലതരം ക്യാപ്ഷനിട്ട് ആളുകൾ വിശേഷിപ്പിച്ച സ്ത്രീ. എന്തായാലും അനന്യ തന്നെ തന്റെ കഥ പറയാൻ ആരംഭിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ മെരാക്കി സ്റ്റാർ ഷെഫ് ആവാൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കഥ, സലോണി ബഗ്ഗയുടെ തന്നെ സ്വന്തം കഥ. ഡൽഹിയിലെ വലിയൊരു വിവാഹത്തിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. സലോണി ബഗ്ഗയെ മമ്മി എന്ന വെഡ്ഡിംഗ് ഇവന്റിന് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്നും സലോണിക്ക് പറ്റിയൊരു വരനെ കണ്ടെത്തണം എന്നതാണ് സലോണിയുടെ മമ്മിയുടെ ഉദ്ദേശം. പക്ഷെ സലോണിക്കാണെങ്കിൽ വിവാഹത്തിനോടപ്പോൾ തീരെ താല്പര്യമില്ല. ഷെഫായ അവൾക്ക് കരിയറിൽ ഫോക്കസ് ചെയ്ത് ഏറ്റവും വലിയ ഷെഫ് കോമ്പറ്റീഷനായ മെരാക്കി സ്റ്റാറിൽ പങ്കെടുത്ത് അതിൽ വിജയിക്കണം എന്നതാണ് അവളുടെ സ്വപ്നം. എന്നിരുന്നാലും മമ്മിയുടെ നിർബന്ധത്തിന് അവൾ കല്യാണത്തിന് പോയി. അതിന് മറ്റൊരു ഉദ്ദേശവുമുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ആന്റി അവിടെ ഉണ്ടാകും. ആളൊരു സൈക്യാട്രിസ്റ്റും സ്പിരിച്വൽ ഗുരുവുമൊക്കെയാണ്. വളരെ ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ സലോണിക്ക് ആന്റിയെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു. ആന്റിയെ കണ്ടതും മമ്മി പരിഭവം പറച്ചിൽ തുടങ്ങി. സലോണി വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഒരേ പറച്ചിൽ. പക്ഷേ ആന്റിയാകട്ടെ സലോണിയെ സപ്പോർട്ട് ചെയ്തു. അവളോട് അവളുടെ സ്വപ്നം നേടാനും വിവാഹമൊക്കെ പിന്നെയായാലും മതി എന്നായിരുന്നു ആന്റി പറഞ്ഞത്. ഈ സമയം ഹർമാൻ എന്നു പേരുള്ള ഒരു പയ്യനെ മമ്മി സലോണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹർമാനിനെയാണെങ്കിൽ അവൾക്കത്ര പിടിച്ചതുമില്ല. പക്ഷേ തൊട്ടു പിന്നാലെയായിരുന്നു അവളുടെ മുമ്പിലേക്ക് ആ യുവാവ് വന്നു നിന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള, കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടം തോന്നിയ ഒരു യുവാവ്. തന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പിന്നു ചോദിച്ചായിരുന്നു അവന്റെ വരവ്. ബിസിനസ് നടത്തുന്ന അഖിൽ ചദ്ദ എന്ന യുവാവ്. അഖിൽ ചദ്ദയെ അവളുടെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് നടന്ന വെഡ്ഡിംഗ് ആഘോഷങ്ങളിൽ ഡാൻസ് ചെയ്തും മറ്റും അഖിൽ ചദ്ദ സലോണിയെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. സലോണിക്കും ചദ്ദയെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും പ്രണയവും വിവാഹവുമൊക്കെ തന്റെ സ്വപ്നത്തിനൊരു ബാധ്യതയാകുമോ എന്ന് സലോണി ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ അഖില് ഫ്ലേട്ട് ചെയ്യാനും വർക്ക് ചെയ്യുന്ന ഇടത്തുവരെ പ്രപ്പോസ് ചെയ്യാനുമൊക്കെ എത്തിയെങ്കിലും സലോണി അകലം പാലിച്ചു നിന്നു. പക്ഷേ തനിക്ക് കുറച്ചു സമയം തരാനും ട്രയൽ പീരീഡെങ്കിലും നോക്കാനുമായിരുന്നു അഖിൽ ആവശ്യപ്പെട്ടത്. സലോണിയെ ഇഷ്ടപ്പെട്ടിരുന്ന അഖിലിന് സലോണി അങ്ങനെ വിട്ടുകളയാൻ മനസ്സ് വന്നില്ല. വീണ്ടും അവൻ സലോണിക്ക് മുമ്പിലെത്തി. അഖിലിനെ ഇഷ്ടമായിരുന്ന സലോണി എന്തായാലും അവനൊരു ട്രയൽ പീരീഡ് നൽകി നോക്കാൻ തീരുമാനിക്കുന്നു. അവരുടെ ആ പ്രണയകാലം അത്രമേൽ മികച്ചതായിരുന്നു. അഖിൽ തനിക്ക് എന്തുകൊണ്ടും യോഗ്യനായ വരനാണ് എന്നുവരെ സലോണിക്ക് തോന്നി. അഖിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് തന്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കും എന്നും അവൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ അവൾ വിവാഹത്തിനും സമ്മതിച്ചു. വൈകാതെ അഖിലിന്റെയും സലോണിയുടെയും വിവാഹം കഴിഞ്ഞു. സന്തോഷത്തോടെയുള്ള ആദ്യ രാത്രിയും ആരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മകനെ തനിച്ചു വിടാനുള്ള എന്തോ ഒരു മടി അമ്മയ്ക്കുള്ള പോലെ. അമ്മയും മകനും വലിയ അടുപ്പമാണുള്ളത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്നുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ അവർക്ക് ഹണിമൂണിനായി ഇംഗ്ലണ്ടിലേക്ക് താനൊരു പാക്കേജ് എടുത്തിട്ടുണ്ട് എന്നും അമ്മ അറിയിച്ചു. രണ്ടുപേരും ഏറെ സന്തുഷ്ടരായിരുന്നു. വൈകാതെ അവർ ഹണിമൂൺ പോവുകയാണ്. അഖിൽ തന്റെ കൂടെ ഇംഗ്ലണ്ട് മൊത്തം റൊമാൻറ്റിക്കായി ചുറ്റിക്കറങ്ങും എന്നായിരുന്നു സലോണിയുടെ പ്രതീക്ഷ. പക്ഷെ ഓരോ മണിക്കൂറിലും ഓരോ പുതിയ ഇടത്തു പോകുമ്പോഴും അഖിൽ അമ്മയെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം സലോണി അത് അവഗണിച്ചെങ്കിലും എപ്പോഴും അമ്മയെ ഫോൺ ചെയ്യുകയും ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിൽ പതിയെ സലോണിക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം നല്ലൊരു ഡേറ്റ് സലോണിക്ക് വേണ്ടി അഖിൽ അറേഞ്ച് ചെയ്തു. ഡേറ്റിൽ അവർ ഇരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഫോൺ വരുന്നത്. ഫോൺ കണ്ട് അഖിലാകെ അസ്വസ്ഥനാവാൻ തുടങ്ങി. ആദ്യമൊക്കെ കോൾ അവഗണിച്ചെങ്കിലും ഫോൺ എടുക്കാതിരിക്കാൻ അവന് പറ്റില്ലായിരുന്നു. ദേഷ്യം വന്ന സലോണി ഫോൺ എടുത്ത് അടുത്തുള്ള പൂളിലേക്ക് വലിച്ചെറിഞ്ഞു. അഖിൽ ഓടിപ്പോയി അമ്മ എന്ന് വിളിച്ച് പൂളിലേക്ക് എടുത്തു ചാടി ഫോൺ മുങ്ങിത്തപ്പിയെടുക്കുകയാണ്. ശേഷം കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് റൂമിൽ ഫോൺ ഉണക്കാനൊക്കെ വെച്ചിരിക്കുമ്പോ താൻ എന്തുകൊണ്ടാണ് അമ്മയെ ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഫോൺ വിളിക്കുന്നതെന്നും ഫോണില്ലാതെ തനിക്ക് പറ്റാത്തതെന്നുമുള്ള കാര്യം അവളോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അഖിലിന്റെ അച്ഛന് പെട്ടെന്നായിരുന്നു അറ്റാക്ക് വന്നത്. അന്ന് അഖിലിന്റെ അമ്മ അവന് ഫോൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അഖിൽ ആ കോളൊന്നും ശ്രദ്ധിച്ചില്ല. അമ്മ തന്നെ അന്ന് ഒറ്റയ്ക്ക് അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കുകയും മറ്റും ചെയ്തു. നിർഭാഗ്യവശാൽ അച്ഛൻ മരണപ്പെട്ടുപോയി. അന്ന് കോൾ എടുക്കാൻ അവന് സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള കുറ്റബോധം അഖിലിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അതൊരു ട്രോമയായി മാറി. അമ്മ ഒറ്റക്കായതുകൊണ്ടും
വിളിക്കുന്നതും എന്തെങ്കിലും ഉണ്ടോ എന്നറിയുവാനും അഖിൽ ഓരോ മണിക്കൂറിലും അമ്മയെ വിളിക്കും. നിലവിൽ ഫോൺ കയ്യിൽ നിന്ന് ഒരു നിമിഷം പോലും അവൻ മാറ്റിവെക്കാറില്ല. മനസ്സു തുറന്ന് അഖിലത് പറഞ്ഞതും സെലോണിക്ക് അഖിലിനോടുള്ള ദേഷ്യമൊക്കെ പോയിരുന്നു. സെലോണി അഖിലിനെ ചേർത്തു പിടിച്ചു. സന്തോഷത്തോടെ അവരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ സലോണി പോലും പ്രതീക്ഷിക്കാതെ അഖിൽ സലോണിയുടെ കരിയറിൽ പ്രശ്നമായി മാറുകയായിരുന്നു. സലോണി വർക്ക് ചെയ്യുന്ന മൾട്ടി സ്റ്റാർ റെസ്റ്റോറന്റിലേക്ക് ഓരോ തവണയും അഖിൽ മറ്റൊന്നും ചിന്തിക്കാതെ കയറി വരും. ആദ്യത്തെ തവണ ഫസ്റ്റ് വെഡ്ഡിംഗ് മന്ത് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീട്ടിലോരോ ബന്ധുക്കൾ വരുമ്പോഴും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും നേരെ റെസ്റ്റോറന്റിലെത്തും. മാനേജറിനും മറ്റ് എംപ്ലോയീസിനുമൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിൽ കുട്ടിക്കായുള്ള ആവശ്യവും ഉയർന്നു തുടങ്ങി. സെലോനി വല്ലാതെ സ്ട്രെസ്ഡ് ആവാൻ ആരംഭിച്ചിരുന്നു. പുറമേ സെലോണി സന്തോഷം ഭാവിച്ചെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ ദുഃഖിതയായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് റെസ്റ്റോറന്റിൽ ഒരിക്കൽ ഒന്ന് സംഭവിക്കുന്നത്. മെരാക്കി സ്റ്റാർ മത്സരം വരാനിരിക്കുകയാണ്. മാനേജർ അതിനെപ്പറ്റി അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവരുത്, ശ്രദ്ധിക്കണം എന്ന് മാനേജർ സെലോണിയോട് പറഞ്ഞ അന്ന് തന്നെ അഖില ഫ്രണ്ട്സുമായി സെലോണിയുടെ റെസ്റ്റോറന്റിലെത്തി. അഖിൽ അവിടെ വന്നാൽ പ്രശ്നമാവും എന്ന് ചിന്തിച്ച സെലോണി അഖിലിനോട് കൂട്ടുകാരെയും കൂട്ടി അവിടെ നിന്ന് പോവാനെന്ന് ആവശ്യപ്പെട്ടു. ആ സമയമാണ് മറ്റൊന്ന് സംഭവിക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന ഒരു വ്യക്തി ഒരു ഡിഷിന്റെ പേരിൽ ഷെഫായ സെലോണിയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ ആരംഭിച്ചു. അവളോട് ദേഷ്യപ്പെട്ടു. ഇത് കണ്ട് അഖിലിനെ സഹിച്ചില്ല. അഖിൽ കടന്നുവന്ന് ഗസ്റ്റാണെന്ന് പോലും ചിന്തിക്കാതെ തന്റെ ഭാര്യയോട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ യുവാവിനെ കലശലായി മർദ്ദിച്ചു. സെലോണിക്ക് നിയന്ത്രണം വിട്ടിരുന്നു. അഖിലിനോട് വലിയ രീതിയിൽ ദേഷ്യപ്പെട്ട അവൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഗസ്റ്റിനോട് സോറി പറഞ്ഞ് തിരികെ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി. കൂട്ടുകാരുടെ മുമ്പിലൊക്കെ വെച്ച് സെലോണി തന്നോട് ദേഷ്യപ്പെട്ടതും ഗെറ്റ് ഔട്ട് പറഞ്ഞതും മാനസികമായി അഖിലിനെയും വലിയ തോതിൽ വിഷമിപ്പിച്ചിരുന്നു. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അതിന്റെ ബാക്കി പത്രമെന്നോണം ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. തന്റെ ഭാര്യ ഒരാൾ ചീത്ത വിളിച്ചപ്പോ അയാളെ മർദ്ദിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന മട്ടിൽ അഖിൽ തന്റെ ഭാഗം ന്യായീകരിച്ചപ്പോ അഖിൽ കാരണം തന്റെ കരിയറിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അവളും സംസാരിച്ചു. പരിധിവിട്ട് സംസാരം അഖിലിന്റെ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു. അഖിലിനെ അമ്മ പൊത്തി അമ്മാസ് ബോയായി വളർത്തിയതുകൊണ്ട് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് എന്ന് ദേഷ്യത്തിൽ സെലോനി പറഞ്ഞുപോയി. എപ്പോഴും മമ്മി മമ്മിയെന്നും വിളിച്ച് അങ്ങോട്ട് പൊക്കോളും എന്നും അവൾ പറഞ്ഞിരുന്നു. ആ സമയം അങ്ങോട്ടേക്കെത്തിയ അഖിലിന്റെ അമ്മ അത് കേൾക്കുകയും ചെയ്തു. അവർ വല്ലാതെ അസ്വസ്ഥയായി കരഞ്ഞുകൊണ്ടുപോയി. അച്ഛന്റെ മരണശേഷം അമ്മ ഇപ്പോഴാണ് കരയുന്നത് എന്ന് പറഞ്ഞ് അഖിലാകെ നിയന്ത്രണം വിട്ടു. സെലോണി സോറി പറഞ്ഞ് അമ്മയ്ക്ക് പിന്നാലെ പോവാൻ പോയെങ്കിലും അഖിലും സെലോണിയും തമ്മിലുള്ള വാക്കുതർക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. രാവിലെ വന്ന കസ്റ്റമർ എന്ത് പേരിൽ പ്രശ്നമുണ്ടാക്കിയോ, നീ മര്യാദക്ക് കുക്ക് ചെയ്തിരുന്നേ, ഇപ്പൊ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന മട്ടിൽ അഖിൽ പറഞ്ഞതും സെലോണിയുടെ നിയന്ത്രണം വിട്ടു. കയ്യിൽ വെച്ച പാത്രത്തിലുണ്ടായിരുന്ന ഫുഡ് സെലോണി വലിച്ചെറിഞ്ഞു. അത് പോയി വീണത് അഖിലിന്റെയും അമ്മയുടെയും ഫോട്ടോയിലായിരുന്നു. അഖിലിന് ദേഷ്യം മിരച്ചു കയറി. മുമ്പൊരു വാട്സപ്പ് ഫോർവേഡിൽ കണ്ട പോലെ ശരീരത്തിൽ ടാറ്റു ഉള്ള പെണ്ണ് ഒരിക്കലും നല്ല ഭാര്യയാവില്ല എന്ന് അമർഷത്തോടെ പറഞ്ഞ് അവൻ അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എല്ലാം കൊണ്ടും വല്ലാതായിരുന്ന സെലോണി ദേഷ്യത്തിൽ വീട് വിട്ടിറങ്ങിപ്പോരുകയാണ്. സെലോണി വീട്ടിലെത്തുമ്പോ സെലോണിയുടെ കുടുംബം മുഴുവൻ ഒരു റിയാലിറ്റി ഷോ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ സെലോണി അവിടുണ്ടായ പ്രശ്നങ്ങളും വഴക്കുണ്ടാക്കിയതുമൊക്കെ അവരോട് പറഞ്ഞെങ്കിലും അവരതൊന്നും കാര്യമായി എടുത്തില്ല. ഇതൊക്കെ സാധാരണ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഉണ്ടാകുന്നത് എന്ന ഭാവമായിരുന്നു അവർക്ക്. എല്ലാത്തിലും ഉപരിയായി അവൾ വന്നതുകൊണ്ട് തങ്ങളുടെ റിയാലിറ്റി ഷോ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമവും. അടുത്ത ദിവസമായിരുന്നു മെരാക്കി റിവ്യൂ ഡേ ഉണ്ടായിരുന്നത്. ജഡ്ജസിന്റെ സംഘം ഷെഫുമാരോട് ചോദ്യങ്ങൾ ചോദിക്കാനെത്തി. സെലോണിയോട് ചോദിക്കപ്പെട്ട ചോദ്യം എന്താണ് നിങ്ങളുടെ ഭക്ഷണത്തെ സ്പെഷ്യലാക്കുന്നത് എന്നതായിരുന്നു. തലേ ദിവസത്തെ വഴക്കിന്റെ മാനസികാഘാതവും അവളുണ്ടാക്കിയ ഭക്ഷണമാണ് വഴക്കിലേക്ക് വഴിവെച്ചത് എന്നുമൊക്കെ അഖിൽ പറഞ്ഞിരുന്നത് ഓർത്തിരുന്ന അവൾക്ക് മാനസിക സമ്മർദ്ദം കൊണ്ട് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്നത്തെ ആ മെരാക്കി സ്റ്റാർ മത്സരത്തിൽ സെലോണിയും അവളുടെ റെസ്റ്റോറന്റും പരാജയപ്പെടുകയാണ്. സെലോണി കാരണം റെസ്റ്റോറന്റിന് കിട്ടേണ്ടുന്ന പേര് നഷ്ടപ്പെട്ടു എന്ന പേരിൽ സെലോണി ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. സെലോണി ആകെ ദുഃഖിതയായി മാറിയിരുന്നു. വൈകാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യിക്കുവാൻ സെലോണിയുടെ പാരന്റ്സും അഖിലിന്റെ അമ്മയും ഒത്തുചേർന്നു. അവർ തമ്മിൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അവർ റിയാലിറ്റി ഷോയെപ്പറ്റി സംസാരിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ സെലോണിയെയും അഖിലിനെയും ശ്രദ്ധിച്ച സെലോണിയുടെ പപ്പ അവരുടെ കാര്യത്തിലേക്ക് തിരിയുകയാണ്. അമ്മയെ വേദനിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ സെലോണി നടന്ന കാര്യങ്ങൾക്ക് അമ്മയോട് ക്ഷമ ചോദിച്ചു. സെലോണി ക്ഷമ ചോദിച്ചതോടെ ഇനിയൊരു പ്രശ്നവുമില്ല, ഒക്കെ സോർട്ട് ഔട്ടായി എന്ന് അഖിലും പറയുകയാണ്. പക്ഷേ സെലോണിയുടെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. അവളുടെ സ്വപ്നം നഷ്ടപ്പെട്ടു. നിലവിൽ അവളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രണയവും തന്നെയുണ്ടോ എന്നവൾ സംശയിച്ചിരുന്നു. അതുകൊണ്ട് അവൾ അഖിലിനോട് ഒന്നും ശരിയായിട്ടില്ല, ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. സെലോണിക്ക് അടുത്തു ചെന്ന് അഖിൽ ആദ്യമേ ഇന്നലെ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുപോയതാ, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും സെലോണി പറഞ്ഞു, ഞാനും കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾക്ക് സോറി പറയുന്നു അഖിൽ,
ശരിയാ, ഇപ്പൊ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരില്ല. നമ്മൾ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരാ. വിവാഹത്തിന് വേണ്ടി നമ്മൾ കുറച്ച് റഷ് ചെയ്തെന്നാ തോന്നുന്നേ. ഇത് തുടർന്നു പോയാ നമ്മുടെ സ്വപ്നങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഇത് ചേരില്ല. സെലോണിയുടെ ആ വാക്കുകൾ അഖിലിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഡിവോഴ്സോ എന്ന് ചോദിച്ച് അത് വേണ്ടെന്ന് പറഞ്ഞ് സെലോണിയുടെ പാരന്റ്സ് ഇടപെട്ടെങ്കിലും ഡിവോഴ്സിന്റെ പേപ്പർ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും എന്ന് പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് മാറിപ്പോന്നു. പക്ഷേ ഡിവോഴ്സ് എന്നത് അത്ര എളുപ്പമുള്ള പ്രോസസ് അല്ല. സെലോണി വല്ലാതെ ആ ദിവസത്തിന് ശേഷം ദുഃഖിച്ചിരുന്നെങ്കിലും കരിയറും സ്വപ്നവും അവൾക്ക് വലുതായതുകൊണ്ട് അടുത്ത ജോലിക്കായി അവൾ മുസോരിയിലേക്ക് പോയി. ഗുർബീർ സിംഗ് പന്നു എന്ന് പേരുള്ള വ്യക്തി നടത്തുന്ന വലിയ ഹോട്ടൽ റെസ്റ്റോറന്റിൽ ഹെഡ് ഷെഫ് ആയിട്ടായിരുന്നു അവൾക്ക് ജോലി ലഭിച്ചത്. അവിടെ നിന്നാണ് അവൾ ഗുർബീർ സിംഗ് പന്നുവിനെ പരിചയപ്പെടുന്നതും. വളരെ കാമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആളുകളെ മനസ്സിലാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന വ്യക്തി. ആദ്യ ദിവസം റെസ്റ്റോറന്റിലെ ഒരു പ്രശ്നം തന്നെ ഫൈറ്റിലേക്ക് എത്തേണ്ടതുവരെ മികച്ച രീതിയിൽ ഗുർബീർ സോൾവ് ചെയ്തത് അവളെ ഇംപ്രസ് ചെയ്യിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഗർബീറിന്റെ പാരന്റ്സ് മരണപ്പെട്ടതാണ്. മുത്തച്ഛനാണ് അവനെ നോക്കി വളർത്തിയത്. നിലവിൽ മുത്തച്ഛന്റെ ഹോട്ടൽ ശൃംഖലകൾ വളർത്തുന്നതും നോക്കി നടത്തുന്നതുമൊക്കെ അവനാണ്. വളരെ ഡൗൺ ടു എർത്തായ മെച്വേർഡായ നല്ലൊരു യുവാവ്. ആവ്ജോ എന്ന ഗുജറാത്തി ബേസ് ചെയ്തിട്ടുള്ള തന്റെ റെസ്റ്റോറന്റ് ഗർബീർ സെലോണിക്ക് പരിചയപ്പെടുത്തി. മെരാക്കി സ്റ്റാർ ആകുവാൻ ഗുജറാത്തി ഡിഷുകൾ വെച്ച് മത്സരിക്കണം എന്നും ഗർബീർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ മത്സരത്തിൽ എന്തുകൊണ്ട് ഗുജറാത്തി ഡിഷുകൾ വെച്ച് മത്സരിക്കണം എന്നുള്ള ചോദ്യം അവൾ ഉന്നയിച്ചപ്പോ എന്തിനെപ്പോഴും ഇന്റർനാഷണൽ റെസ്റ്റോറന്റുകളും ഇന്റർനാഷണൽ ഫുഡും മാത്രം വിജയിക്കണം, ലോക്കൽ ഫുഡും വിജയിക്കട്ടെ എന്നായിരുന്നു ഗർബീർ പറഞ്ഞ മറുപടി. അന്ന് രാത്രിയിൽ ഗർബയുണ്ടായിരുന്നു. പരമ്പരാഗത പഞ്ചാബി രീതിയിലുള്ള ഒരു ആഘോഷമാണത്. അന്ന് രാത്രിയിൽ ദാണ്ടിയ നൃത്തമുണ്ടായിരുന്നു. കൃത്യമായി സെലോണിക്കത് കളിക്കാനും അറിയില്ല. ഒന്നിച്ച് കളിക്കുന്നതിനിടയിൽ സെലോണിയുടെ കയ്യിലെ കോലുകൊണ്ട് ഗർബീറിന്റെ കയ്യിൽ പരിക്കേറ്റു. സെലോണി ഗർബീറിന്റെ വീട്ടിൽ പോയി അന്നവന്റെ കയ്യിൽ ചൂടൊക്കെ വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ബൊമ്പം തന്റെ കയ്യിൽ ഇതുപോലൊരാൾ അടിച്ചിട്ടുണ്ട്, അത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിതിരിഞ്ഞിരുന്നു എന്നൊക്കെ ഗർബീർ അന്ന് ഓർത്തെടുത്ത് പറയുകയാണ്. സേജൽ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഗർബീറും സേജലും പ്രണയത്തിലായി. വിവാഹം വരെ കാര്യങ്ങളെത്തി. പക്ഷേ സേജൽ വെജിറ്റേറിയൻ ആയിരുന്നു. വെജിറ്റേറിയൻ ഫാമിലിയിലേക്ക് വിവാഹം ചെയ്ത് ചെല്ലണം എന്നായിരുന്നു സേജൽ ആഗ്രഹിച്ചതും. ഗർബീറും മുത്തച്ഛനുമാണെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ആണ്. ഗർബീർ സേജലിനു വേണ്ടി വെജിറ്റേറിയൻ ആയി. പക്ഷേ മുത്തച്ഛന് ചിക്കൻ വലിയ കാര്യമായിരുന്നു. മുത്തച്ഛനെ കൊണ്ട് അതിന് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അതിന്റെ പേരിൽ ആ വിവാഹം നടന്നില്ല. വേദനയിലൂടെ കടന്നു പോവുകയായിരുന്ന അവളും താനും അതുപോലൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഗർബീറിനോട് പറഞ്ഞു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് ഡിവോഴ്സ് പ്രോസസ് നടക്കുന്നു, മറുവശത്ത് ഗർബീറും സെലോണിയും തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സെലോണിയുടെയും അഖിലിന്റെയും വിവാഹത്തിന് കൃത്യം 1 വർഷം പിന്നിട്ട രാത്രി സെലോണിക്കുമേൽ പണ്ടുതൊട്ടേ താല്പര്യമുള്ള ഹർമൻ സെലോണിയെ ഫോൺ ചെയ്തു. അവർ ഡിവോഴ്സ് ആവുകയാണല്ലോ. അഖിൽ മൂവ് ഓൺ ചെയ്ത പോലെ സെലോണിയും മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവന്റെ ഫോൺ കോൾ. അഖിൽ മൂവ് ഓൺ ചെയ്തെന്നോ, എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് സെലോണി ചോദിച്ചു. ആ എന്ന് പറഞ്ഞ് സെലോണിക്ക് ഹർമാൻ വാട്സപ്പിൽ വീഡിയോസും ഫോട്ടോസും അയച്ചു കൊടുത്തു. അഖിൽ പബ്ബിലും മറ്റും മറ്റു സ്ത്രീകൾക്കൊപ്പം സമയം ചിലവിടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളായിരുന്നു അത്. അത് കണ്ടതും സെലോണിക്ക് വല്ലാത്ത അരിശം വന്നു. സെലോണി കുറച്ചധികം മദ്യപിച്ചു. തനിക്ക് മൂവ് ഓൺ ചെയ്യണം, റിവഞ്ച് ചെയ്യണം എന്ന് ചിന്തിച്ച സെലോണി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്ന ഗർബീർ സിംഗിനെയും പിടിച്ചുവലിച്ച് നേരെ ഹോട്ടൽ മുറിയിലേക്ക് പോയി. ഗർബീറിനോട് തന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയും കൺസെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്ത ശേഷം അവനുമായി ഇന്റിമേറ്റ് ആവാൻ സെലോണി ശ്രമിക്കുകയാണ്. നാണക്കാരനും നിഷ്കളങ്കനുമായ ഗർബീർ ആദ്യമൊക്കെ പിന്മാറാൻ ശ്രമിച്ചെങ്കിലും സെലോണിയുടെ നിർബന്ധത്താൽ അന്ന് അവർക്കിടയിൽ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് സംഭവിച്ചു. കുറച്ചു കഴിഞ്ഞ് തന്റെ റൂമിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് സെലോണി റൂമിലേക്ക് പോന്നു. താൻ റിവെഞ്ച് ചെയ്തു എന്നതുപോലൊരു വല്ലാത്ത സന്തോഷം സെലോണിക്കുണ്ടായിരുന്നു. സെലോണി ചെന്ന് റൂമിലെ കബോർഡ് തുറന്നു. അപ്പോൾ അത് അതിനുള്ളിൽ അഖിലിരിക്കുന്നു. സെലോണിയെ കാണുവാൻ ആനിവേഴ്സറി വിഷസ് നേരുവാൻ അഖിൽ എത്തിയതായിരുന്നു. അഖിലും സെലോണിയും തമ്മിൽ അന്നവിടെ വെച്ച സംസാരങ്ങളുണ്ടായി. സെലോണിയെ താൻ ഒരുപാട് മിസ് ചെയ്യുന്നെന്നും സെലോണി അന്ന് തന്നെ വിട്ടുപോരുകയല്ല, താനന്ന് സെലോണിയെ വിട്ടുപോരുകയാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അഖില കുറെ സെന്റിയടിച്ചു. മദ്യലഹരിയിലായിരുന്ന ഇരുവരും രാത്രിയിൽ തന്നെ കോംപ്രമൈസ് ആവുകയും അവർക്കിടയിലും ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് സംഭവിക്കുകയും ചെയ്യുക
അറിയുകയാണ്. കൃത്യം 6 ആഴ്ചകൾ കഴിഞ്ഞാണ് താൻ ഗർഭിണിയാണെന്ന കാര്യം സെലോണി മനസ്സിലാക്കുന്നത്. സെലോണി ആകെ കൺഫ്യൂഷനിലായിരുന്നു. ആന്റിയെ വിളിച്ച് സെലോണി കാര്യം പറഞ്ഞു. മദ്യലഹരിയിലായിരുന്നതുകൊണ്ടും രണ്ടുപേർക്കൊപ്പവും അന്ന് ഇന്റിമേറ്റ് ആയിരുന്നതുകൊണ്ടും ആരുടെ കുട്ടിയാണ് ഉള്ളിലുള്ളത് എന്ന് സെലോണിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഒരുപാട് കൺഫ്യൂസ്ഡ് ഒന്നുമാകണ്ട, ഗർഭഛിദ്രം നടത്തിയേക്ക് എന്നാന്റി പറഞ്ഞെങ്കിലും സെലോണിക്കത് പറ്റുമായിരുന്നില്ല. എന്തായാലും ഗർഭീറിനോടും അഖിലിനോടും കാര്യങ്ങൾ പറയാമെന്നും ഒരു പറ്റേണിറ്റി ടെസ്റ്റ് നടത്തി ആരുടെ കുട്ടിയാണെന്ന് ഉറപ്പിക്കാം എന്നും സെലോണി തീരുമാനിക്കുകയാണ്. അല്പം റിസ്കി കാര്യമാണെങ്കിലും ധൈര്യത്തോടെ സെലോണി അത് പ്രവർത്തിച്ചു. ഗർഭീറും അഖിലും അത് കേട്ടാദ്യം ഷോക്കായിരുന്നു. അഖിലാണെങ്കിൽ ഗർഭീറിനെ കൊല്ലുമെന്ന് പറഞ്ഞ് പ്രശ്നം വരെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്റെ ഭാര്യയായിരിക്കുമ്പോൾ നീ എങ്ങനെ വേറൊരാളുമായി എന്ന മട്ടിൽ അഖിൽ ചോദിച്ചപ്പോ അതിന് നമ്മളുടെ ഡിവോഴ്സ് നടക്കുകയായിരുന്നില്ലേ, ടെക്നിക്കലി ഞാനപ്പോ സിംഗിൾ ആയിരുന്നു എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഗർഭീറിനോടും എല്ലാ കാര്യങ്ങളും അവൾ വിശദീകരിച്ചിരുന്നു. പെട്ടെന്ന് കാര്യം മനസ്സിലായ ഗർഭീർ പറ്റേണിറ്റി ടെസ്റ്റിന് ഓക്കെ പറഞ്ഞു. അഖിൽ അപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിലും ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നീ പോയി കഴിഞ്ഞ 2 കുട്ടികളെയും ഞാൻ അവന്റേതാന്ന് പറയും, അവനെ ആ കുട്ടികൾ അച്ഛ എന്ന് വിളിക്കുകയും ചെയ്യും എന്ന് സെലോണി പറഞ്ഞതും തന്റെ ദേഷ്യമൊക്കെ അഖിൽ കടിച്ചമർത്തി പറ്റേണിറ്റി ടെസ്റ്റിന് മുസൂരിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ മുസൂരിയിലെ ആശുപത്രിയിലേക്ക് അഖിലും ഗർഭീറും വന്നെത്തുകയാണ്. ഒടുവിൽ ഇരുവരുടെയും പറ്റേണിറ്റി ടെസ്റ്റ് നടന്നു. റിസൾട്ടുമായി വൈകാതെ ഡോക്ടറും എത്തി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. സംഭവം എന്തെന്നാൽ സെലോണിയുടെ വയറ്റിലുള്ളത് ട്വിൻസ് ആണ്. മാത്രമല്ല വളരെയധികം അപൂർവമായി സംഭവിക്കുന്ന ഒരു ഫിനോമിനനും സംഭവിച്ചിരിക്കുന്നു. ഹെട്രോ പറ്റേണൽ സൂപ്പർഫി കണ്ടീഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് 2 കുട്ടികളിൽ ഒരു കുട്ടി അഖിലിന്റേതും മറ്റൊരു കുട്ടി ഗർഭീറിന്റേതുമാണ്. ഗർഭീറിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അഖിലിന് അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമായിരുന്നു. അഖിൽ ഗർഭീറുമായി വെറുതെ പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽപ്പെട്ട് സെലോണിയും ആകെ വല്ലാതായി കഴിഞ്ഞിരുന്നു. അവളൊന്ന് മോഹാലസ്യപ്പെട്ടു വീണു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം സെലോണിയുടെ ചെക്കപ്പ് വന്നിരുന്നു. അഖിലും ഗർഭീറും സെലോണിയുടെ ഒപ്പം ചെക്കപ്പിന് പോയി. സ്കാനിങ്ങിൽ കുട്ടികളെ കണ്ട് അവർ മൂവരും സന്തോഷിച്ചിരുന്നു. സെലോണിക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായത്തിന് ആന്റിയും അവിടെ ഉണ്ടായിരുന്നു. വെറുതെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവണ്ട, പുറം ലോകത്തറിഞ്ഞാൽ ഇത് ട്രോൾ മെറ്റീരിയലാകും, വലിയ വിഷയമാകും, അതുകൊണ്ട് അബോർട്ട് ചെയ്യാം എന്ന് ആന്റി പറഞ്ഞു. പക്ഷേ സെലോണി അതിന് തയ്യാറായിരുന്നില്ല. അതോടെ ആന്റി സെലോണിയോട് ആ ചോദ്യങ്ങൾ ചോദിച്ചു. കുട്ടി ജനിച്ചു കഴിഞ്ഞ് എന്താ നിന്റെ തീരുമാനം? സെലോണിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല. ആന്റി 4 ഓപ്ഷൻസ് മുന്നിലേക്ക് വെച്ചു. ഓപ്ഷൻ എ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബത്തെ പോലെ താമസിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, നീയും കുട്ടികളും അഖിലിന്റെ കൂടെ താമസിക്കും. ഓപ്ഷൻ സി, നീയും കുട്ടികളും ഗർഭീറിനൊപ്പം താമസിക്കും. ഓപ്ഷൻ ഡി, അഖിലിന്റെ കുട്ടി അഖിലിന്റെ കൂടെയും ഗർഭീറിന്റെ കുട്ടി ഗർഭീറിന്റെ കൂടെയും താമസിക്കും. ഓപ്ഷൻ ഡി കേട്ടതും അത് പറ്റില്ല, കുട്ടികളെ പിരിക്കാൻ സാധിക്കില്ല എന്ന് സെലോണി തീർത്തു പറഞ്ഞു. ആ ഓപ്ഷൻ ഗർഭീറും അഖിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറന്നേക്കാനും അവൾ ആവശ്യപ്പെട്ടു. അഖിലിനും ഗർഭീറിനും സെലോണിയെയും കുട്ടികളെയും തനിക്ക് വേണം എന്ന ഭാവമായിരുന്നു. പക്ഷേ ഗർഭീർ അഖിലിനോട് തനിച്ച് സംസാരിക്കാനെത്തി. നമ്മൾ വഴക്കിട്ട് നിന്നാൽ ആന്റി സെലോണിയെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിക്കുമെന്നും ചിലപ്പോൾ വേറൊരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കും, നമുക്ക് 2 ആൾക്കും ഒന്നും കിട്ടാതെ വരും എന്നും ഗർഭീർ അഖിലിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ തമ്മിലുള്ള പ്രശ്നവും വഴക്കും അവസാനിപ്പിച്ച് സെലോണിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാമെന്നും കുട്ടി ജനിച്ച ശേഷം തീരുമാനമെടുക്കാം എന്നും അവർ തമ്മിൽ ഒരു കരാറിലെത്തുകയാണ്. മറുവശത്തെ ആന്റി സെലോണിയോടും നീ അവരിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക എന്ന ചോദ്യം ചോദിച്ചിരുന്നു. സെലോണി പറഞ്ഞു, ആദ്യം അവരിൽ ആരാണ് നല്ലൊരു അച്ഛനെന്നും നല്ലൊരു ഭർത്താവെന്നും എനിക്ക് മനസ്സിലാക്കണം. ഇതിപ്പോ എന്റെ മാത്രം കാര്യമല്ലല്ലോ, മക്കളുടേത് കൂടിയാണല്ലോ. അതിനുശേഷമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ. സെലോണി പിന്നാലെ കൂടുതൽ സൗകര്യമുള്ള പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അങ്ങോട്ടേക്ക് സെലോണിയെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് തങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെന്ന് അവളുടെ മുമ്പിൽ അഭിനയിച്ച് അഖിലും ഗർഭീറും വന്നു ചേർന്നു. സെലോണിക്ക് മുമ്പിൽ സ്നേഹത്തോടെ അവർ പെരുമാറുമെങ്കിലും ഇരുവരും തമ്മിൽ തങ്ങളാണ് മികച്ച കാമുകൻ, മികച്ച അച്ഛനായി ജീവിക്കുക, സെലോണിയെ നന്നായി നോക്കുക എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. സെലോണിയെ ഇംപ്രസ് ചെയ്യിക്കുവാൻ ഇരുവരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ സെലോണിക്ക് മുമ്പിൽ വെച്ച് തന്നെ അവരുടെ ഫൈറ്റ് സംഭവിച്ചു. അതിന്റെ പേരിൽ സെലോണി വല്ലാതെ അസ്വസ്ഥയായി അവരോട് ദേഷ്യപ്പെട്ടു. മെരാക്കി സ്റ്റാർ അടുത്ത മാസം വരാനിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ ഈ പ്രശ്നം കൂടി എനിക്ക് സഹിക്കാൻ വയ്യ. നിങ്ങൾ 2 ആളും ഇവിടെ നിന്ന് പൊക്കോളണം. 2 ആളും എനിക്ക് കാണണ്ട, സെലോണി തീർത്തു പറഞ്ഞു. ഒടുവിൽ അഖിലും ഗർഭീറും സെലോണി താമസിക്കുന്നിടത്തു നിന്ന് മാറുകയാണ്. സെലോണി പൂർണ്ണ ഗർഭിണിയായി മാറിക്കഴിഞ്ഞിരുന്നു. മെരാക്കി സ്റ്റാർ അടുത്ത മാസമാണ് സംഭവിക്കുക. സെലോണി അതിനുവേണ്ട പ്രിപ്പറേഷൻസ് റെസ്റ്റോറന്റിൽ നടത്താൻ തുടങ്ങി. ഒരു ദിവസം അത്തരത്തിൽ നിർദ്ദേശം കൊടുക്കുന്നതിനിടയിൽ സെലോണിക്ക് വല്ലാത്ത വയറുവേദന വന്നിരുന്നു. അവിടുത്തെ എംപ്ലോയീസ് അവളെ സഹായിച്ചു. ഇതിനിടയിൽ സെലോണിയോട് സോറി പറഞ്ഞ് സെലോണിയുമായി അടുക്കുവാൻ ഗർഭീർ ഒരു ശ്രമം നടത്തി. അവളെ ഡേറ്റിന് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കിയ അഖിലാകട്ടെ റെസ്റ്റോറന്റിൽ
ഹോട്ടലിലെ എംപ്ലോയീസിനെ സ്വാധീനിച്ച് അവരുടെ ഡേറ്റ് കുളമാക്കി സെലോണിക്കൊപ്പം ഡേറ്റിൽ ജോയിൻ ചെയ്തു. അഖിലിനൊപ്പം സമയം ചെലവിടാൻ താല്പര്യമില്ലാത്ത സെലോണി ദേഷ്യത്തിൽ അന്ന് റെസ്റ്റോറന്റിൽ നിന്ന് പോവുകയും ചെയ്തു. അഖിലിനിട്ട് അതിനൊരു മറുപടി കൊടുക്കണം എന്ന് ഗർഭീറിനുണ്ടായിരുന്നു. ഒരു പയ്യനെ വെച്ച് അഖിലിന്റെ മൊബൈൽ ഫോൺ ഗർഭീർ മോഷ്ടിപ്പിച്ചു. ഫോണില്ലാതായാൽ അഖിൽ വല്ലാതാകുമല്ലോ. ഏറെ കഷ്ടപ്പെട്ട് അവനൊരു ഷോപ്പിലെത്തി അന്നൊരു ഫോൺ കരസ്ഥമാക്കി. പിന്നാലെ ഗർഭീർ അവനെ വിളിച്ച് ഫോൺ മോഷ്ടിച്ചത് താനാണെന്ന് പറഞ്ഞ് ഇതവൻ ചെയ്തതിനുള്ള മറുപടിയാണ് എന്നവനെ കുത്തിക്കാണിക്കുകയും ചെയ്തു. അതുകൂടിയായപ്പോൾ അഖിലിന് കൂടുതൽ വൈരാഗ്യം വന്നിരുന്നു. ഡിറ്റക്റ്റീവായ തന്റെ ഒരു അങ്കിളിനെ നേരിൽ പോയി കണ്ട് ഗർഭീറിന് മറ്റെന്തെങ്കിലും രഹസ്യ ഇടപാടുണ്ടോ എന്ന് കണ്ടെത്തണം എന്നവൻ കാലുപിടിച്ച് ആവശ്യപ്പെട്ടു. അങ്കിൾ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഗർഭീർ ഒരുപാട് കെഞ്ചിയപ്പോ അങ്കിൾ അതിന് തയ്യാറായി. ആദ്യമൊക്കെ ഗർഭീറിന് പിന്നാലെ പോയെങ്കിലും അങ്കിളിന് വിവരമൊന്നും കിട്ടിയില്ല. ഒടുവിൽ ഗർഭീർ വേശ്യാലയമൊക്കെയുള്ള റെസ്റ്റോറന്റൊക്കെയുള്ള ഒരിടത്തേക്ക് പോകുന്നുണ്ട് എന്ന കാര്യം അങ്കിൾ മനസ്സിലാക്കി. അഖിൽ തന്ത്രപൂർവ്വം വേശ്യാലയത്തിൽ പോകുന്ന ഗർഭീർ മോശക്കാരനാണ് എന്ന് സെലോണിയെ കാണിച്ചു കൊടുക്കുവാൻ സെലോണിയുടെ അടുത്തെത്തി സെലോണിയെ നിർബന്ധിച്ച് പുറത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. മാർക്കറ്റിലെത്തി ജാക്കറ്റ് വാങ്ങാൻ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ഗർഭീർ വരുന്നുണ്ടായിരുന്നു. ഗർഭീറിനെ കണ്ടതും ഒന്നും അറിയാത്ത പോലെ മാറി നിന്ന് ഗർഭീറിനെ സെലോണി കാണുവാൻ അഖിൽ അവസരമൊരുക്കി. ഗർഭീർ എന്താ ഈ സമയത്ത് ഇവിടെ എന്നുമട്ടിൽ സെലോണി സംശയം പ്രകടിപ്പിച്ചതും അവനെന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് വന്നതായിരിക്കും എന്ന് പറഞ്ഞ് സെലോണിയെ പിന്തിരിപ്പിക്കാൻ എന്നവണ്ണം അഖിൽ അഭിനയിച്ചു. പക്ഷേ സെലോണിക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഗർഭീറിനെ സെലോണിയും അഖിലും പിന്തുടരാൻ തുടങ്ങി. ഗർഭീർ ചെന്നത് ആ വേശ്യാലയത്തിലേക്കായിരുന്നു. അതോടെ അഖിൽ ഗർഭീർ മോശക്കാരനാണെന്ന മട്ടിൽ സെലോണിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സെലോണിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഗർഭീറുള്ള മുറിയിലേക്ക് അഖിലും സെലോണിയും കൂടി കയറി ചെല്ലുകയാണ്. കണ്ട കാഴ്ച എന്തെന്നാൽ ഗർഭീർ അവിടെ ഇരുന്ന് ചിക്കൻ കഴിക്കുന്നതായിരുന്നു. അഖിലാകട്ടെ ഗർഭീറിനൊപ്പം ആ മുറിയിൽ വേശ്യാലയത്തിലെ പെണ്ണുമുണ്ടാകുമെന്ന് ചിന്തിച്ച് സെലോണിക്ക് മുമ്പിൽ കാണിക്കുവാൻ പെണ്ണിനെ തിരയാൻ തുടങ്ങി. ഗർഭീർ സെലോണിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ആഴ്ചയിലൊരിക്കൽ ഞാനിവിടെ ചിക്കൻ കഴിക്കാൻ വരാറുണ്ട്. നല്ല തന്തൂരി ചിക്കൻ ഇവിടെയാ കിട്ടുന്നേ. അതുകൊണ്ടാ ഇവിടെ വരുന്നേ. പക്ഷേ ഇതിലെന്താ ഇത്ര മറയ്ക്കാനുള്ളത്? എന്തിനാ മറന്നു പറഞ്ഞു വരുന്നേ എന്നവൾ അവനോട് ചോദിച്ചു. ഗർഭീർ പറഞ്ഞു, ഞാൻ നിന്നോട് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. നീയും വെജിറ്റേറിയൻ അല്ലേ? പക്ഷേ ചിക്കൻ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. മുമ്പ് എന്റെ എക്സ് ഗേൾഫ്രണ്ട് സേജൽ ഞാൻ നോൺ വെജ് ആണെന്ന് പറഞ്ഞു പോയതുപോലെ നീ എന്നെ വിട്ടു പോകുമോ എന്നെനിക്ക് ഭയം തോന്നി. അതുകൊണ്ട് ആരും കാണാതെ ചിക്കൻ കഴിക്കാൻ ഇവിടെ വന്നത്. ഗർഭീർ അത് പറഞ്ഞതും സെലോണിക്ക് ഗർഭീറിനോട് വല്ലാത്ത സ്നേഹവും പ്രണയവും തോന്നി. മറുവശത്ത് അഖിലാകട്ടെ ഗർഭീർ മോശക്കാരനാണെന്ന് ചിത്രീകരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു. അഖിലിന്റെ ശ്രമങ്ങൾ സെലോണിക്ക് പെട്ടെന്ന് മനസ്സിലായി. മനഃപൂർവ്വം ഗർഭീറിനെ മോശക്കാരനാണെന്ന് തന്റെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി അഖിൽ കാണിച്ച പ്രവൃത്തികളാണ് ഇതൊക്കെയെന്നും സെലോണി തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ സെലോണി അഖിലിനോട് ദേഷ്യപ്പെട്ടു. ഈ കാര്യങ്ങളുകൊണ്ട് നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തത് എന്ന് സെലോണി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ശേഷം ദേഷ്യപ്പെട്ടുപോയി. അഖിൽ വല്ലാതായി പോയിരുന്നു. കാര്യങ്ങൾ തുടർന്ന് കോംപ്ലിക്കേറ്റഡ് ആവാൻ ഗർഭീർ ആഗ്രഹിച്ചിരുന്നില്ല. അഖിലിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ ഐഡിയയ്ക്കു വേണ്ടി തന്റെ വിവരങ്ങൾ ചോർത്തിയ അങ്കിളിനെ തന്നെ പോലീസിന്റെ സഹായത്തോടെ ഗർഭീർ പിടികൂടി. തന്നെ പിന്തുടർന്നതിന് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി അഖിലിനെ ഒഴിവാക്കാൻ തന്ത്രം അയാളോട് ചോദിച്ചു. ഈ സെറ്റപ്പും പരിപാടിയുമൊന്നും അഖിലിന്റെ അമ്മയ്ക്ക് അറിയില്ലെന്നും അഖിലിന്റെ അമ്മ അറിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കുകയില്ലെന്നും അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോക്കോളും എന്നും അങ്കിൾ പറഞ്ഞതോടെ എങ്കിൽ അതിനു വേണ്ടത് ചെയ്യുവാൻ അങ്കിളിന് ഗർഭീർ നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നാലെയാണ് അത് സംഭവിക്കുന്നത്. മുസൂരിയിലെ സെലോണി താമസിക്കുന്ന വീട്ടിലേക്ക് സെലോണിയോട് പ്രണയമുള്ള വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഹർമാനുമായി സെലോണിയുടെ കുടുംബം വന്നു ചേർന്നു. താൻ ഗർഭിണിയാണെന്ന് അവരിൽ നിന്നൊക്കെ സെലോണി മറച്ചുവെച്ചിരിക്കുകയാണല്ലോ. ഗർഭാവസ്ഥ മറയ്ക്കുവാൻ അവളന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. സെലോണിയുടെ അമ്മ അത് മനസ്സിലാക്കിയെങ്കിലും മറ്റുള്ളവരിൽ നിന്നത് മറച്ചുവെക്കാൻ സെലോണിയുടെ അമ്മയും സെലോണിയുടെ കൂടെ നിന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് അഖിലും ഗർഭീറും കൂടി കയറി വരികയാണ്. വീട്ടുകാർ അറിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് സെലോണിയെ പിന്തുണച്ച് അവരറിയാതെ സെലോണിയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ അഖിലും ഗർഭീറും കൂടി ശ്രമം നടത്തി. പക്ഷെ അവർ വാതിൽ തുറന്നതും മുന്നിൽ അഖിലിന്റെ അമ്മയും ഗർഭീറിന്റെ മുത്തച്ഛനും വന്നു നിന്നിരുന്നു. ഇരുവർക്കും പണി കൊടുക്കാൻ ഉദ്ദേശിച്ച് ഡിറ്റക്റ്റീവ് അങ്കിളായിരുന്നു അവരെ അങ്ങോട്ടേക്ക് എത്തിച്ചത്. അതോടെ വിവരങ്ങൾ മുഴുവൻ ഫാമിലിയും അറിഞ്ഞു. അവിടെയാകെ ചർച്ചാ വിഷയമായി. കാര്യങ്ങൾ ആകെ വിഷയമാവുകയായിരുന്നു. അഖിലിന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുട്ടിയെ മാത്രം തങ്ങൾക്ക് മതി എന്ന ഭാവമായിരുന്നു. ഗർഭീറിന്റെ മുത്തച്ഛനോ കുട്ടിയെ ആരെടുത്താലും വേണ്ടില്ല, അതിന്റെ ചിലവുകൾ ഞങ്ങളുടെ CSR ഫണ്ടിൽ നിന്ന് തന്നേക്കാം എന്ന ഒരു മട്ടും. സെലോണിയും ഗർഭീറും തമ്മിലുള്ള ബന്ധം ഗർഭീറിന്റെ മുത്തച്ഛൻ ഇഷ്ടമായിരുന്നില്ല. വാക്കുതർക്കത്തിൽ അഖിലും എന്റെ കുട്ടിയെ എങ്ങനെ വളർത്താമെന്ന് എനിക്കറിയാം എന്ന മട്ടിൽ പറഞ്ഞതോടെ രണ്ടു കുട്ടികളെയും പിരിക്കാനാണ്, രണ്ടു കുട്ടികളെയും രണ്ട് രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നതെന്ന് മനസ്സിലായതും സെലോണി അസ്വസ്ഥയായി. അവിടെ വെച്ച് അഖിലും ഗർഭീർ സിംഗും വലിയ വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന കരാറിന്റെ കാര്യവും അവിടെ വെളിപ്പെടുകയാണ്. അതുകൂടി കേട്ടതോടെ സെലോണിക്ക് വല്ലാത്ത കോപം വന്നിരുന്നു. തന്റെ
തന്റെ മുമ്പിൽ പരസ്പരം പ്രശ്നമില്ലാത്ത പോലെ ഇരുവരും അഭിനയിക്കുകയായിരുന്നു എന്ന് സെലോണി തിരിച്ചറിഞ്ഞു. അവൾക്ക് വല്ലാതെ വയറുവേദനയെടുത്തു. അവൾ അസ്വസ്ഥയാവാൻ തുടങ്ങി. മുത്തശ്ശി മാത്രമായിരുന്നു അത് ശ്രദ്ധിച്ചത്. മുത്തശ്ശി പറഞ്ഞതോടെ ഏവരും സെലോണിയെ ശ്രദ്ധിച്ച് അവളെ ആശുപത്രിയിലേക്ക് മാറ്റി. സെലോണി ബോധരഹിതയായി പോയിരുന്നു. കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡോക്ടർ റിപ്പോർട്ടുമായി കുടുംബത്തിന്റെ മുമ്പിലെത്തി. നിലവിലത്തെ അവസ്ഥയിൽ പെൺകുട്ടികളിൽ ഗർഭീറിന്റെ കുട്ടിക്ക് ആരോഗ്യം കുറവാണ്. അഖിലിന്റെ കുട്ടിയാണ് ആരോഗ്യത്തോടെയുള്ളത്. കുട്ടികളെ പൂർണ്ണ വളർച്ചയെത്തി സാധാരണ പ്രസവത്തിന് അനുവദിച്ചാൽ ഗർഭീറിന്റെ കുട്ടി മരണപ്പെട്ടേക്കാം. സി സെക്ഷൻ നടത്തി ഓപ്പറേഷൻ നടത്തിയാൽ 2 കുട്ടികളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതിനും 50-50 ചാൻസ് ആണുള്ളത്. ചിലപ്പോൾ 2 കുട്ടികളും മരണപ്പെട്ടേക്കാം. ഒന്നും ചെയ്തില്ലെങ്കിൽ അഖിലിന്റെ കുട്ടി മാത്രം ജീവനോടെയിരിക്കും. ഇതിൽ ഏത് തിരഞ്ഞെടുത്താലും സെലോണിക്ക് കുഴപ്പമുണ്ടാവുകയുമില്ല. പക്ഷേ സി സെക്ഷൻ നടത്തുവാൻ കുട്ടികളുടെ അച്ഛന്മാരായിട്ടുള്ള അഖിലിന്റെയും ഗർഭീറിന്റെയും ഒപ്പ് ഒരേപോലെ ഡോക്ടറിന് ആവശ്യമാണ്. ഏവരും ഏറെ കൺഫ്യൂസ്ഡ് ആയ ഒരു നിമിഷമായിരുന്നു അത്. സി സെക്ഷൻ നടത്തിയാൽ മാത്രമേ തന്റെ കുട്ടി രക്ഷപ്പെടൂ എന്നുള്ളതുകൊണ്ട് ഗർഭീർ അപ്പോൾ തന്നെ ഒപ്പുവെച്ചു. അഖിൽ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. സെലോണിയുടെ പാരന്റ്സ് അഖിലിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഒപ്പുവെക്കരുതെന്നും മറ്റേ കുട്ടിയുടെ ജീവൻ ദൈവത്തിന് വിട്ടുകൊടുക്കാം. അഖിലിന്റെ കുട്ടി ജീവിക്കുമല്ലോ. അങ്ങനാണെങ്കിൽ സെലോണിയും അഖിലും കുട്ടിയുമൊത്ത സന്തോഷത്തോടെ ഇനി ജീവിക്കാനുമാകും. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമില്ല എന്ന മട്ടിലായിരുന്നു. അഖിൽ ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. സി സെക്ഷന് സമ്മതിച്ചുകൊണ്ട് ഒപ്പുവെക്കലായിരുന്നു അത്. അതിശയത്തോടെ ഗർഭീർ അവനെ നോക്കുമ്പോ അഖിൽ പറഞ്ഞു, സെലോണിക്ക് എപ്പോഴും 2 കുട്ടിയെയും വേണമെന്നായിരുന്നില്ലേ? അവർ ഒന്നിച്ച് ജീവിക്കണമെന്നായിരുന്നില്ലേ? അതുകൊണ്ടാണ്. സ്വാർത്ഥതയില്ലാത്ത അഖിലിന്റെ ആ തീരുമാനം ഗർഭീറിന്റെ മനസ്സിനെ തൊട്ടിരുന്നു. അഖിൽ അവിടെ നിന്നും പ്രാർത്ഥനാ മുറിയിൽ വന്നിരുന്നു. അവനോട് സംസാരിക്കാൻ അവന്റെ അമ്മ വന്നു. അവൻ എന്തിനാണത് ചെയ്തതെന്നും അവന്റെ കുട്ടിയുടെ ജീവനും ഇപ്പോ അപകടത്തിലായില്ലേ എന്നും അമ്മ ചോദിച്ചു. ഇനി 2 കുട്ടിയും രക്ഷപ്പെട്ടാലും സെലോണി നിന്നെ തിരഞ്ഞെടുക്കാതെ അവനെ തിരഞ്ഞെടുത്താലോ? ഇനി അതുമല്ലെങ്കിൽ അവൾ നിന്നെ തിരഞ്ഞെടുത്തെന്ന് വെക്ക്. 2 കുട്ടികളെയും കൊണ്ട് നീ വീട്ടിലേക്ക് വന്ന അതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാകും? നാട്ടുകാരറിഞ്ഞാൽ എന്തൊക്കെ പറയും എന്നമ്മ അവനോട് ചോദിച്ചു. ആരറിഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നായിരുന്നു അഖിലിന്റെ മറുപടി. എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ മകനാ ഡൽഹിയിലെ ഏറ്റവും മികച്ചവൻ. അതില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കൾ ഏറ്റവും മികച്ചതായിരിക്കും. സെലോണിക്കും അങ്ങനെ തന്നെയാവില്ലേ? പിന്നെ എങ്ങനെ ഒരു കുട്ടി നല്ലതാ മറ്റൊരു കുട്ടി മോശമാണെന്ന് പറയും? പിന്നെ ഞാൻ ഏറ്റവും മികച്ചതാണെന്ന കാര്യം അമ്മയുടെ ഈ മോൻ എന്ത് മികച്ച കാര്യമാ ഇതുവരെ നേടിയിരിക്കുന്നത്? ഒന്നും തന്നെ നേടിയിട്ടില്ല. അമ്മയുടെ വാത്സല്യവും സ്നേഹത്തോടുള്ള പറച്ചിലും കേട്ട് ഞാനും ഏറ്റവും മികച്ചത് എന്തോ ആണ് എന്ന് ഇതുവരെ വിശ്വസിച്ചിരുന്നു. എന്റെ സന്തോഷവും എന്റെ സ്വപ്നങ്ങളും മാത്രമായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. അതിൽപ്പെട്ട് സെലോണിയുടെ സ്വപ്നങ്ങൾ പോലും ഞാൻ ശ്രദ്ധിക്കാതെ പോയി. ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി സ്വാർത്ഥനായി നിന്നതുകൊണ്ട് സെലോണിയെ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. അഖിൽ ചത്തയെന്ന് ഞാൻ ഏറ്റവും മികച്ചവനൊന്നുമല്ല. അഖിലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പറ്റിയുള്ള പൂർണ്ണ തിരിച്ചറിവായിരുന്നു അന്ന് സംഭവിച്ചത്. അധികം വൈകാതെ സിസേറിയൻ നടന്നു. എല്ലാം ഭംഗിയായി നടന്നതുകൊണ്ട് 2 കുട്ടികളും ആരോഗ്യത്തോടെ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. സെലോനിയും ഏറെ സുഖകരമായിട്ടിരിക്കുന്നു. ഏവരും തന്നെ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പ്രസവം കഴിഞ്ഞ് സെലോണിക്കടുത്തു വന്ന് കുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അഖിൽ സംസാരിച്ചു. അവളെപ്പോലെ തന്നെയുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞു. മക്കളെയും അവളെയും ഗർഭീറിന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ അവൾ നന്നായി ടേക്ക് കെയർ ചെയ്യപ്പെട്ടുകൊള്ളും എന്നും അഖിൽ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഞാനും ഇവിടൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ തിരികെ പോന്നു. ഗർഭീറിനായി അവളെയും മക്കളെയും വിട്ടുകൊടുക്കാൻ അവൻ തീരുമാനിച്ച പോലായിരുന്നു. പിന്നീട് ICCUവിലായിരുന്ന തന്റെ മക്കളെ സെലോണി നേരിട്ട് കണ്ടു. ആ സമയം അഖില 2 മക്കളുടെയും ജീവൻ രക്ഷിച്ചത് എന്ന് ഗർഭീർ അങ്ങനെ പറഞ്ഞിരുന്നു. സെലോണിക്ക് അതിൽ അല്പം അതിശയം തോന്നി. എന്താ പറയുന്നേ എന്ന് ചോദിച്ചു. ഡോക്ടർ അടക്കം ആരും സെലോണിയോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അഖിൽ പറഞ്ഞതുകൊണ്ട് താനത് സെലോണിയോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായ കോംപ്ലിക്കേഷനും സെൽഫ്ലെസ് ആയി അഖിലെടുത്ത തീരുമാനവും മറ്റും സെലോണിയെ അറിയിച്ചു. ആ ഒരു നിമിഷത്തിൽ സെലോണിക്ക് അഖിലിനോട് അതിയായ സ്നേഹം തോന്നി. ഈ ലോകത്തിൽ നിന്നെയും മക്കളെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനാണെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് ഗർഭീർ അവളോട് പറയുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ മെറാക്കി സ്റ്റാർ റിവ്യൂ വരികയായിരുന്നു. മുമ്പ് റിവ്യൂവിനുണ്ടായിരുന്ന ജഡ്ജസിൽ ഒരു ജഡ്ജ് അന്നും ഷെഫായ സെലോണിയോട് ചോദ്യം ചോദിക്കാൻ എത്തിയിരുന്നു. പണ്ട് അവൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടിയ ചോദ്യം, നിങ്ങളുടെ ഫുഡിനെ സ്പെഷ്യലാക്കുന്നത് എന്താണ് എന്ന ചോദ്യം അതേ ജഡ്ജ് വീണ്ടും ചോദിച്ചു. അത്തവണ സെലോണിയുടെ ഉള്ളിലൂടെ ഓടിയത് അഖിലിനെ പറ്റിയുള്ള പ്രണയ ചിന്തകളും പോസിറ്റീവ്നെസ്സും മാത്രമായിരുന്നു. ഒരു ഭക്ഷണം ജീവിതത്തിൽ തന്നെ എത്രമേൽ മഹത്തരമാകുന്നു എന്ന് ജീവിതവുമായി കൂട്ടിക്കലർത്തി അവൾ മറുപടി പറഞ്ഞു. അവരുടെ ഭക്ഷണവും അത്രമേൽ രുചികരമായിരുന്നു. അങ്ങനെ മിറാക്കി സ്റ്റാറായി അവളും അവളുടെ റെസ്റ്റോറന്റും തിരഞ്ഞെടുക്കപ്പെട്ടു. വൈകാതെ അതിന്റെ അവാർഡ് ദാന ചടങ്ങുകൾ വന്നു. വേദിയിൽ കയറി അവാർഡ് വാങ്ങുവാൻ
വാങ്ങാൻ ഗർബീറും സെലോണിയും ഒന്നിച്ച് ചെല്ലണമായിരുന്നു. റെസ്റ്റോറന്റ് ഓണറും ഹെഡ് ഷെഫും കൂടിയാണ് അവാർഡ് വാങ്ങേണ്ടത്. പക്ഷേ അവാർഡ് തരാൻ വന്ന ലേഡിയെ കണ്ടതും ഗർബീർ ആകെ പരിഭ്രാന്തനായി അവിടെ നിന്ന് പോവാൻ തുനിഞ്ഞു. ഗർബീർ ഇല്ലെങ്കിൽ അവാർഡ് ലഭിക്കില്ല. സെലോണിയുടെ മോഹം നടക്കാതെ വരും. മക്കളെ നോക്കുകയായിരുന്ന അഖിലിനടുത്തു ചെന്ന് പാനിക്കായി സെലോണി കാര്യം പറഞ്ഞു. അഖിൽ അതോടെ ഗർബീറിനെ തിരിഞ്ഞ് ഗർബീറിനടുത്തെത്തുകയാണ്. ഗർബീർ ആ സമയം അവിടെ വന്നിരിക്കുന്ന ലേഡി തന്റെ മുൻകാമുകി സേജലാണെന്നും അവളെ എതിരിടാൻ തനിക്ക് മടിയാണ് എന്നും അവനോട് പറഞ്ഞു. പക്ഷേ അഖിൽ ഗർബീറിനോട് അപേക്ഷിച്ചു. മുമ്പ് ഇതുപോലൊരു തെറ്റ് താൻ ചെയ്തതാണ്. അവളുടെ സ്വപ്നം ഇല്ലാതാക്കി. ഗർബീർ ഇപ്പോൾ അത് ചെയ്യരുത്. അഖിലിന്റെ വാക്കുകൾ ഗർബീറിനെ തൊട്ടിരുന്നു. ധൈര്യത്തോടെ സേജലിനെ എതിരിടാൻ വേദിയിൽ കയറാൻ തയ്യാറായി അഖിലിനൊപ്പം ഗർബീർ ചെന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സേജൽ ചിക്കൻ കഴിക്കാൻ ആരംഭിച്ചിരുന്നു. ഗർബീർ അതിനെപ്പറ്റി ചോദിച്ചപ്പോ ഗർബീറുമായി പിരിഞ്ഞ ശേഷം ഗർബീറിനെ മറക്കാൻ അവൾക്ക് സാധിച്ചില്ലെന്നും പിന്നീട് ചിക്കൻ കാണുമ്പോ കഴിക്കാൻ തോന്നിയെന്നും അങ്ങനെ കഴിച്ചു തുടങ്ങിയതാണ് എന്നും സേജൽ പറഞ്ഞു. വൈകാതെ അവാർഡ് ദാന ചടങ്ങുകൾ നടന്നു. അവാർഡിന് ശേഷം അഖിലിനടുത്തെത്തിയ സെലോണി തന്റെ ഭർത്താവായി തിരഞ്ഞെടുത്തത് വീണ്ടും അഖിലിനെയായിരുന്നു. അഖിലിന് മുമ്പിൽ മുട്ടുകുത്തി തന്നെ മാരേജ് ചെയ്യാമോ എന്നവൾ പ്രപ്പോസ് ചെയ്തു. ഏറെ സന്തോഷത്തോടെ അത് കേട്ട അഖിൽ നാളുകളായി പോക്കറ്റിൽ സൂക്ഷിക്കുന്ന മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. വീണ്ടും അവർ ഒന്നിക്കുകയായിരുന്നു. മറുവശത്ത് സേജൽ ഗർബീറിനോട് നാളെ ലഞ്ചിന് മീറ്റ് ചെയ്താലോ എന്ന് വീണ്ടും പ്രണയം തുടങ്ങുവാനുള്ള ആഗ്രഹത്തോട് ചോദിച്ചു. തനിക്കിപ്പോൾ 2 മക്കൾ കൂടിയുണ്ട് എന്ന് ഗർബീർ പറഞ്ഞു. അതിനെന്താ കുഴപ്പം, അവരെയും കൊണ്ടുവന്നേരെ എന്നായിരുന്നു സേജലിന്റെ മറുപടി. അങ്ങനെ അവരേവരും ചേർന്ന് മക്കളെ വളർത്തുമെന്നും സന്തോഷത്തോടെ മുമ്പോട്ടു പോകുമെന്നുമുള്ള സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.